ഹായ്, വെൽക്കം ബാക്ക് ടു സിത്തൂസ് വേൾഡ്. നമ്മുടെ മക്കൾസിനൊക്കെ പുഡിങ് ഇഷ്ടമാണല്ലോ. മക്കൾസിന് മാത്രമല്ല, നമുക്കാണെങ്കിലും അതെ. നമ്മൾ ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ നമുക്ക് മധുരം കഴിക്കാനായി തോന്നുമ്പോൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക പുഡിങ് ആണല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും തയ്യാറാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ് ആണിത്. അപ്പോൾ ഇതിനായിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസിനൊന്നും ആവശ്യമില്ല. നമുക്ക് ജെലാറ്റിൻ്റെയോ ചൈന ഗ്രാസിൻ്റെയോ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇതിലെ ഒരു ഇൻഗ്രീഡിയൻറ്റ് സീക്രട്ടാണ്. നമ്മൾ ഈ റെഡിഷ് കളർ കണ്ട ജെല്ലി വെച്ച് ചെയ്തതാണോ അതോ അനാർ വെച്ച് ചെയ്തതാണോ എന്നൊക്കെ കരുതാം. പക്ഷെ അതൊന്നുമല്ല, ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ 1 കപ്പ് പാൽ എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ 2 കപ്പ് പാൽ എടുക്കുകയാണെങ്കിലും 3 കപ്പ് പാൽ എടുക്കുകയാണെങ്കിലും എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ 1 കപ്പ് പാലിന് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ കോൺഫ്ലോറൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഇതൊന്ന് കട്ട പിടിക്കാതെ, കോൺഫ്ലോർ കട്ട കെട്ടാതെ ആയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള, ഓരോരുത്തർക്കും ഓരോ തരം മധുരമാണല്ലോ. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ കോൺഫ്ലോറിന് ഒരു പെട്ടെന്ന് അടിയിൽ പിടിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഇനി നമുക്ക് ഈ ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗറിൻ്റെ അളവ്, നമ്മൾ നേരത്തെ ചേർത്ത ഷുഗറിൻ്റെ അളവൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഏകദേശം തിക്കായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ കരുതും നമ്മുടെ കോൺഫ്ലോർ അല്ലേ, നമ്മൾ ടേസ്റ്റിൽ ഒരു പച്ചപ്പ് ഫീൽ ചെയ്യുമെന്നൊക്കെ. പക്ഷെ ഒരിക്കലുമില്ല. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ തിക്കാക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ബൗളിലോ സെർവിങ് ഗ്ലാസ്സിലോ എന്തിലായാലും സെറ്റ് ചെയ്യാം. നമുക്ക് പുഡിംഗ് ബൗളിലൊക്കെ സെറ്റ് ചെയ്യാമെന്നല്ലോ. അപ്പോൾ ഞാൻ കുറച്ചേ അല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാനൊരു ഗ്ലാസ്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് ലെയറായിട്ട് ഒരു 1/4 ഭാഗമൊക്കെ വരുന്ന രീതിയിൽ ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു കുഞ്ഞ് ഗ്ലാസ്സിൽ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും അതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ കൂടെ തയ്യാറാക്കണം. അടുത്ത ലെയർ തയ്യാറാക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഏതാണെന്ന് അറിയണ്ടേ. അപ്പോൾ ആ ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ ചീരയില. അതെ, നമ്മുടെ ചുവപ്പ് ചീരയില, നമ്മുടെ അടുക്കളത്തോട്ടത്തിലുണ്ടാകുന്ന ചീരയില തന്നെയാണ് നമ്മുടെ ഈ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇനി ഇത് വെച്ച് എങ്ങനെ ആ കളറിൽ നമുക്ക് ഈ റെഡിഷ് കളർ എങ്ങനെ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു 1/2 കപ്പ് ചീരയില ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു പാനിൽ വെക്കുന്നുണ്ട്. ആ പാനിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണല്ലേ ചീരയില. നമ്മൾ ചോക്ലേറ്റ്സ് വെച്ചിട്ട്, ഫ്രൂട്ട്സ് വെച്ചിട്ട്, നട്ട്സ് വെച്ചിട്ട്, അങ്ങനെ പലതും വെച്ചിട്ട് നമ്മൾ പുഡിംഗ് തയ്യാറാക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഈ വെജിറ്റബിളായി കിടക്കുന്ന, അതായത് ഈ ലീഫി വെജിറ്റബിളായി കിടക്കുന്ന ചീരയില വെച്ച് ഇങ്ങനെ ചെയ്യുന്നത് ആദ്യമായിട്ടാകുമെന്നാണ് കരുതുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷണം നടത്തിയതായിരുന്നു. നമ്മൾ അനാറൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഉള്ള ആ കളറ് കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നി, നമുക്ക് ചീരയിൽ വെച്ചൊന്ന് ചെയ്ത് നോക്കിയാലോ. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇഷ്ടമാകുമോ, മക്കൾസിനൊക്കെ ഇഷ്ടമാകുമെന്ന്. പക്ഷേ ആദ്യം തയ്യാറാക്കിയപ്പോൾ തന്നെ മക്കൾസിന് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മക്കൾസിനാണെങ്കിൽ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ, അതുപോലെ ലീഫി വെജിറ്റബിൾസൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണല്ലോ. അപ്പോൾ അവരുടെ ഫുഡിൽ ഇതൊന്ന് ഇൻക്ലൂഡ് ചെയ്യാനും കൂടെ കഴിയും. ഇടയ്ക്കിടയ്ക്ക് തയ്യാറാക്കി കൊടുക്കാറുണ്ട്. തയ്യാറാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കരുതും നല്ലൊരു ഫ്ലേവറൊന്നും ആയിരിക്കില്ല ചീരയിലല്ലേ, പക്ഷെ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് എളുപ്പമാണല്ലോ. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ലൊരു പിങ്ക് കളറായിട്ട്. നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ട്രെയിൻ ചെയ്തെടുത്തതാണിത്. ഇത് ഏകദേശം ഒരു 1/2 കപ്പുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കണം. ഇത് 1/2 കപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നത്. 1 കപ്പിന് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണല്ലോ. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് അതിലേക്ക് ആവശ്യമായ മധുരവും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഫസ്റ്റ് ലെയറിൽ തയ്യാറാക്കിയതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ടൈമിൽ നമ്മൾ കാണുമ്പോൾ കരുതും നമ്മുടെ പുഡിങ്ങിൻ്റെ ആ കളറൊന്നും നമുക്ക് കിട്ടില്ലേ എന്നൊക്കെ കരുതി പോകും. പക്ഷേ നമുക്ക്
നല്ല കളർ തന്നെ കിട്ടും, നമുക്ക് ആ റെഡിഷ് കളർ തന്നെ കിട്ടും. കാരണം നമ്മുടെ കോൺഫ്ലവർ ഒന്ന് കുക്കാവാനുണ്ട്. അപ്പോൾ കോൺഫ്ലവർ കുക്കാകുമ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്, നല്ല റെഡിഷ് കളർ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് ചീരയില വെച്ചാണല്ലോ, അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ടാണോ അപ്പോൾ അതിൻ്റെ പൾപ്പൊക്കെ വെച്ച് ചെയ്യാം. അതുപോലെ നമ്മുടെ റോസ് പെറ്റൽസൊക്കെ വെച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ തയ്യാറാക്കാം. ഞാൻ മുമ്പ് നമ്മുടെ ഇഫ്താർ വ്ളോഗിൽ നമ്മുടെ മാംഗോ പൾപ്പ് വെച്ചിട്ട് ഇതേ സെയിം പ്രോസസ്സിൽ തന്നെ ഒരു പുഡിംഗ് തയ്യാറാക്കിയിരുന്നു, അറബിക് മുഹല്ലബിയ. അതേ സെയിം പ്രോസസ്സ് തന്നെയാണിത്. ഈ ഒരു പുഡിങ്ങിനാണെങ്കിലും അതാണെങ്കിലും ഒക്കെ സെയിം പ്രോസസ്സാണ്. അപ്പോൾ അതേയാണ്. അപ്പോൾ നമുക്ക് ചീരയിലേക്ക് പകരം നമുക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ഒക്കെ വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറിന് തയ്യാറാക്കിയിട്ടുള്ള അതേ ഒരു കൺസിസ്റ്റൻസി തന്നെ തിക്നെസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ സെക്കൻഡ് ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് ലെയർ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലേക്കായിട്ട് നമുക്ക് ഈ നമ്മുടെ ചീരയില വെച്ച് ചെയ്തിട്ടുള്ള മിക്സ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചൂടോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം, ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, കാണാൻ മാത്രമല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുമാണിത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കിയ കുഞ്ഞു ഗ്ലാസ്സിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം 1 മണിക്കൂറിൻ്റെ ആവശ്യമേ ഉള്ളൂ, കുഞ്ഞു ഗ്ലാസ്സുകളല്ലേ. അപ്പോൾ നമുക്ക് ഏകദേശം 1 മണിക്കൂറിൻ്റെ ഒക്കെ ഒരു ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ അത്രയും സമയം നമുക്ക് തണുപ്പിച്ചിട്ട് കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയും അതുപോലെ കാണാൻ ഭംഗിയുമുള്ള ഈ പുഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ്സ് അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറില്ല, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.